തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 32-ാം ദിനമായ ഇന്ന് അല്പസമയത്തേക്ക് തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള ദൈവവചനം. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുതേ. നിന്നെ വലത്തെ ചെകിട്ടത്തെ അടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കാം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കാം. ഒരുത്തൻ നിന്നെ ഒരു നാഴിക കൂടി വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകാം. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കാം. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞ് കളയരുത്. നോമ്പ് ചിലത് വെടിഞ്ഞ് അനുഗ്രഹമായി സ്വീകരിച്ച് സ്വയം രൂപാന്തരപ്പെടുത്തുന്നതിനുള്ളതാണ്. ദുഷ്ടചിന്തകളും ദുർമോഹങ്ങളും വെടിയുക എന്നത് വിശ്വാസത്തെക്കുറിച്ചുള്ള ദൈവിക താല്പര്യം ആണ്. വികാരങ്ങളുടെ നിയന്ത്രണം വളരെ പ്രാധാന്യമാകയാൽ വിശ്വാസ ജീവിതത്തിൽ കോപം, ക്രോധം, പക, ശത്രുതാ മനോഭാവം, പിണക്കം എന്നിങ്ങനെയുള്ളവയും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പർവ്വത പ്രസംഗത്തിൽ ധാർമ്മിക ഉപദേശങ്ങൾ നൽകുന്നതിനൊപ്പമാണ് പ്രതികാരം ചെയ്യരുത് എന്ന് യേശു പഠിപ്പിക്കുന്നത്. നാം നമ്മിലെ ശാരീരിക ശക്തി ബുദ്ധിപൂർവം ഉപയോഗിക്കുന്നവരാകണം. അവനവൻ്റെ ശാരീരിക ശക്തി മറ്റുള്ളവൻ്റെ നഷ്ടത്തിന് കാരണമാകുവാനും വിധം ഉപയോഗിക്കരുത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികാര മനോഭാവത്തിലെ പ്രവൃത്തിക്കപ്പുറം വ്യത്യസ്തരാകുവാനുള്ള വിളിയും നിയോഗവും നമുക്കുണ്ട് എന്ന് ഓരോ നോമ്പും ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ ശത്രുവിനെ തകർക്കുവാനും കീഴ്പ്പെടുത്തുവാനും സാധ്യതകളുണ്ടെങ്കിലും കാൽവറിയിലേക്കുള്ള യാത്രയിൽ ക്രിസ്തു കാട്ടിയ കാരുണ്യത്തിൻ്റെ ഭാവം നമ്മിൽ വിളങ്ങണം. പഴയ നിയമകാലത്ത് പകരത്തിന് പകരം ചെയ്യുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു നിയമം മോശയ്ക്ക് ഉണ്ടാകേണ്ടതായി വന്നത് അക്കാലത്തെ യജമാനൻ അടിമകളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നത് കൊണ്ടാണ്. അന്നേ അത് അത്യാവശ്യം ആയിരുന്നു. പ്രതികാരം ചെയ്യുക എന്നത് തുടരുമ്പോൾ സമാധാനം ഒരിക്കലും ഉണ്ടാകുകയില്ല. യേശു പ്രതികാര പ്രവൃത്തി തുടച്ചു നീക്കി അഹിംസയുടെ മാർഗം സ്വീകരിക്കാൻ പഠിപ്പിക്കുന്നു. നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന പ്രമാണം പ്രായോഗികമാകുമ്പോൾ വേദനിപ്പിക്കുന്നവരോടല്ല, മറിച്ച് സാന്ത്വനിപ്പിക്കുന്ന ക്രിസ്തുവിനോടാണ് നാം ഏകീഭവിക്കുന്നത്. ഈ നാളുകളിൽ നമ്മിലെ പ്രതികാര മനോഭാവം മാറ്റി ദൈവിക സ്വഭാവത്തോടെ ഏകീഭവിക്കുന്നവരായി തീരുവാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, പ്രതികാര ചിന്തയോടെ ജീവിച്ചു പോയ ഞങ്ങളുടെ കുറവിനെ നീ ഓർക്കരുതേ. അങ്ങയുടെ ഭാവം ഞങ്ങളിൽ ഉണ്ടാകുവാൻ അതേ നിലനിർത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. സകലവും യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.